മൂന്നാറിൽ തോട്ടം തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കാൻ കണ്ണൻദേവൻ കമ്പനിയുടെ നീക്കം. കമ്പനിയുടെ കർശന വ്യവസ്ഥകൾ പാലിച്ചാൽ മാത്രം തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകിയാൽ മതിയെന്ന ഉത്തരവ് മാനേജ്മെന്റ് പുറത്തിറക്കി. തൊഴിലാളികൾ വ്യവസ്ഥകൾ പാലിച്ചാലും ഇത് അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കും വിധം തയ്യാറാക്കിയ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. തോട്ടം തൊഴിലാളി സമരം പിൻവലിച്ചതിന് തൊട്ടുപിന്നാലെയാണ് കമ്പനി മാനേജ്മെന്റ് വിവാദ ഉത്തരവ് പുറത്തിറക്കിയത്. കഴിഞ്ഞ 19-ാം തീയതി കണ്ണൻദേവൻ പ്ലാന്റേഷൻ കമ്പനി മാനേജിംഗ് ഡയറക്ടർക്കും മാനേജർമാർക്കും ഓഫീസുകളിലേക്കും അയച്ച സർക്കുലറിന്റെ പകർപ്പാണിത്. തൊഴിലാളികൾ 61 കിലോയ്ക്ക് മേലെ നുള്ളുന്ന ഓരോ കിലോ കൊളുന്തിനും ഇൻസെന്റീവ് നൽകുന്നതിന് തയ്യാറാക്കിയ വ്യവസ്ഥകൾ കാണുക. 70% പച്ചക്കൊളുന്താണെങ്കിൽ മാത്രം ഇൻസെന്റീവ് നൽകിയാൽ മതിയെന്നാണ് കമ്പനിയുടെ നിർദ്ദേശം. 85% ഹാജർ വേണമെന്നും ഓരോ സൂപ്പർവൈസറിന് കീഴിലുള്ള തൊഴിലാളികളും ശരാശരി 60 കിലോ കൊളുന്ത് നുള്ളണമെന്നും കമ്പനി നിർദ്ദേശിക്കുന്നു. തൂക്കത്തിലും കൊളുന്തിന്റെ ഗുണനിലവാരത്തിലും ഹാജറിലും അട്ടിമറി നടത്തി തൊഴിലാളികൾക്ക് ആനുകൂല്യം നിഷേധിക്കാനുള്ള സാഹചര്യം ഇതോടെ സൃഷ്ടിക്കപ്പെട്ടേക്കാം. இதுவரைக்கும் அந்த 69 ரூபாய்க்கு மேல உள்ள ஒவ்வொரு கிலோவுக்கும் 2 ரூபாய் இந்த மக்களுக்கு யாருக்குமே கிடைச்சது கிடையாது. ஏன்னா இவங்க கொடுத்திருக்க அந்த நிபந்தனைகள் அப்படி 85% மேல അറ്റൻഡൻസ് ഇരുന്നാൽ മറ്റുമേ എങ്ങൾക്ക് 2 രൂപ കൊടുക്കുന്നതാ சொல்லியிருக்காங்க. ഉന്നത ഉദ്യോഗസ്ഥർ 2 ചുവപ്പ് കാർഡുകൾ നൽകുന്ന തൊഴിലാളികൾക്കും ആനുകൂല്യം നിഷേധിക്കപ്പെടും. മൂന്നാർ സമരത്തിന്റെ മുഖ്യ കാരണങ്ങളിലൊന്നായി തൊഴിലാളികൾ നിരത്തിയത് മാനേജ്മെന്റ് നടത്തുന്ന ഇത്തരം അട്ടിമറികളായിരുന്നു. இவங்க சொல்ற எந்த ஸ்லாப் ரேட்டும் எங்களுக்கு தேவையில்லை. 21 கிலோக்கு மேல எடுக்கிற எல்லா கொழுந்துக்கும் எங்களுக்கு ஒரே ரேட் தான் வேணும்னு சொல்லி நாங்க கொடுத்த கோரிக்கைகள் கண்டிப்பா நிறைவேறணும்னு நாங்க ഗവൺമെന്റ് கிட்ட கேட்டுக்கிறோம். തൊഴിലാളികൾ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ പൂർണ്ണാധികാരം കമ്പനി മാനേജ്മെന്റിൽ നിക്ഷിപ്തമാകുന്നതോടെ വീണ്ടും ചൂഷണത്തിന് കളമൊരുക്കുകയാണെന്ന സംശയം ബലപ്പെടുകയാണ്. മൂന്നാറിൽ നിന്നും യദു നാരായണൻ, റിപ്പോർട്ടർ.